മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘൻ മഞ്ജു ആരോടൊപ്പമാണ് ബൈക്കിൽ പോയതെന്ന് കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അയാൾ താൻ മഞ്ജുവിനെ കണ്ട പ്രദേശത്തെ ആ കടയിൽ കയറിയിട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുകയും അങ്ങനെ ബൈക്കിൻ്റെ നമ്പർ അയാൾ മനസ്സിലാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ അയാൾ ആ ബൈക്ക് കണ്ടുപിടിക്കുകയും ആ ബൈക്കിനെ ഫോളോ ചെയ്ത് പോകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കോയും ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ബൈക്കിൽ പോകുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് മേഘന് വീണ്ടും കഴിയുന്നില്ല. മേഘൻ തന്നെ പിന്തുടർന്ന് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന മാർക്കോ ആണെങ്കിൽ അയാളായിട്ട് വട്ടം ചുറ്റിക്കുകയും ചെയ്യുന്നുണ്ട്. മേഘൻ താൻ കണക്ക് കൂട്ടിയതുപോലെ ഇപ്പോൾ സമനില തെറ്റിയിട്ടുള്ള ഒരവസ്ഥയിലാണെന്നും മഞ്ജു ഏതോ ഒരാളുമായിട്ട് അടുപ്പത്തിലാണെന്നും മേഘൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും മാർക്കോ തിരിച്ചറിയുന്നു. അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും മഞ്ജുവിൻ്റെ കാമുകൻ ആരാണെന്ന് മേഘന് കണ്ടെത്താനേ കഴിയുന്നില്ല കേട്ടോ. അതോടുകൂടി തന്നെ അയാൾ ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട്, മേഘൻ നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ പടുകുഴിയിൽ വീഴാനായിട്ട് ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ സാഗറെ. മഞ്ജുവിന് ഒരുത്തനുമായിട്ട് അടുപ്പമുണ്ടെന്ന് മേഘന് സംശയമുണ്ടെന്നാണ് ഇന്നവൻ എൻ്റെ ബൈക്കിനെ ഫോളോ ചെയ്ത് വന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ, അവനെ സൂക്ഷിക്കണം മാർക്കോ, അവനൊരു ചെകുത്താനാണ്, മാത്രമല്ല മഹാലക്ഷ്മിയുടെ രണ്ടാം അച്ഛനും എന്തിനും തയ്യാറായിട്ട് അയാളോടൊപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ, അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല സാഗറെ. അത്ര പെട്ടെന്നൊന്നും എന്നെ ഒന്നും ചെയ്യാനായിട്ട് അവന് കഴിയില്ല. പക്ഷേ അവൻ്റെ പതനം കാണാനായിട്ട് നമുക്ക് കഴിയും. അവൻ്റെ അച്ഛന് അപകടം പറ്റി കിടക്കുന്നതിനേക്കാൾ വലിയൊരാഘാതമാണ് അവനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കുടുംബ ജീവിതത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ആണിക്കല്ല് തറച്ചിരിക്കുന്നത്. കാരണം മഞ്ജു ആരുടെയെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ കണ്ണൻ്റെ സ്വത്തുക്കളിൽ നിന്നും കാലണ പോലും അവന് കിട്ടില്ല എന്നുള്ള കാര്യം മേഘന നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവനിപ്പോൾ പരക്കം പായാണ് മഞ്ജുവിൻ്റെ കാമുകനെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ, മഞ്ജുവിനെ ഇനി അവൻ വീട്ടിലിട്ട് കൊല്ലാക്കൊല ചെയ്യും മാർക്കോ, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് സാഗർ പറയുമ്പോൾ, നിനക്കും മഞ്ജുവിനും ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല, അത് ഞാൻ നിനക്ക് മുൻപേ തന്നെ തന്നിരിക്കുന്ന വാക്കല്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു കണ്ണൻ സാറിൻ്റെ പെങ്ങളല്ലേ, ആ ഒരു ധൈര്യവും ബോൾഡ്നെസ്സും മഞ്ജുവിൽ കാണാതിരിക്കില്ലല്ലോ. നീ എന്തായാലും വിഷമിക്കാതിരിക്കുക, മഞ്ജുവിന് ഒന്നും സംഭവിക്കില്ല. എത്രയും പെട്ടെന്ന് നീ അവളെ വിളിച്ചിറക്കി കൊണ്ടുവരണം. നിങ്ങളുടെ രജിസ്റ്റർ വിവാഹം നടത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനു മുമ്പായിട്ട് നീ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ തൻ്റെ മനസ്സിലൊരു പ്ലാൻ സാഗറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാനായിട്ട് നീ മഞ്ജുവിനോട് പറയണമെന്നും മാർക്കോ പറയുന്നുണ്ട്. അവൻ ഇതുവരെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും നമ്മളിനി അവന് കൊടുക്കാനായിട്ട് പോകുന്നത്. അവൻ്റെ അന്ത്യം കുറിക്കുന്ന ദിനങ്ങളെ സാഗറെ വരാൻ പോകുന്നത് കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും ചെയ്തതിനൊക്കെ അവൻ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെല്ലാം പകയോടുകൂടി മനസ്സിൽ പറയുന്നുണ്ട് മാർക്കോ. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ മേഘനാണെങ്കിൽ മഞ്ജുവിനെ ഇങ്ങനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന മഞ്ജു എന്തെങ്ങനെ തുറച്ചു നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ നിൻ്റെ കാമകരുമായിട്ട് ചുറ്റിക്കറങ്ങുന്ന ആ ബൈക്ക് ഞാൻ ഫോളോ ചെയ്തു, പക്ഷേ എന്നിട്ടും എനിക്ക് അവൻ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നെ ഇട്ട് വട്ടം ചുറ്റിക്കുകയാണ് അവൻ ചെയ്തത്. പറയടി ആരാ അവനെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളിങ്ങനെ രക്തം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തം ഭാര്യയെ പറ്റിച്ച് മറ്റുള്ളവരുടെ കൂടെ പോകാമെങ്കിൽ ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് മഞ്ജു തുറന്നടിച്ച് പറയുമ്പോൾ, അന്നാ ഏതോ ഒരു വ്യക്തിയോടൊപ്പം നിൽക്കുന്ന എൻ്റെ ഫോട്ടോ കണ്ടതിന് ശേഷമാണ് നിൻ്റെ മാറ്റമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നീ പറ മഞ്ജു, നീ ആരോടൊപ്പം ആടെ ബൈക്കിൽ ചുറ്റിക്കറങ്ങുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്, നിന്നെ ഞാൻ വെച്ചേക്കില്ല. നീ കണ്ടതുപോലെയൊന്നുമല്ല ഈ മേഘന് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് നിനക്കറിയാമല്ലോ എന്നെല്ലാം മഞ്ജുവിൻ്റെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മേഘൻ ചോദിക്കുമ്പോൾ, എനിക്ക് നിങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിട്ട് മറ്റൊരാളോടൊപ്പം പോകാൻ ഞാൻ തീരുമാനിച്ചത് എന്ന് മഞ്ജു പറയുമ്പോൾ, ഇനി നിന്നെ ഞാൻ വെച്ചേക്കില്ല, നിന്നെ ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ കഴുത്തിന് പിടിച്ചുകൊണ്ട് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. മഞ്ജു ആണെങ്കിൽ അയാളെ തല്ലി മാറ്റി അയാളുടെ കരണമടിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെങ്ങാനും എൻ്റെ കണ്ണേട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ പിന്നെ ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിലാണെന്ന് പറയുമ്പോൾ, അവളുടെ ഒരു കണ്ണേട്ടൻ വീൽ ചെയറിൽ കഴിയുന്ന അവനെയും അവൻ്റെ ഭാര്യയും കാരണമാണ് നിനക്ക് ഈ തോന്നലുണ്ടായതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് മേഘൻ പറയുമ്പോൾ, നീ പറഞ്ഞോ മഞ്ജു, ഞാൻ അറിയാതെ നിനക്ക് ആരുമായിട്ടാണ് അടുപ്പം? എനിക്ക് അവനെ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, പക്ഷേ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു എന്ന് മേഘൻ പറഞ്ഞ് വീണ്ടും കലിതുള്ളുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നിങ്ങൾക്കല്ലെങ്കിലും എന്നോടൊരു സ്നേഹവും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ സ്വത്ത് മോഹിച്ചാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്. ഇനി അഥവാ നിങ്ങൾക്ക് അയാളെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല.
കാരണം അത്രയ്ക്ക് ആണത്തമുള്ള ആളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളെപ്പോലെ രൂപത്തിൽ മാത്രമല്ല, രൂപം കൊണ്ട് മാത്രം ആണായിട്ട് ഒരു പ്രയോജനവും ഇല്ല. പക്ഷേ അയാൾ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് രൂപം കൊണ്ട് മാത്രമല്ല സ്വഭാവത്തിലും നല്ല നട്ടലുള്ള ആണ് തന്നെയാണെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് വീണ്ടും ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് മേഘൻ. പിന്നെ വിവാഹത്തിന് ശേഷം ഒരു പെൺകുട്ടിക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആണുങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോൾ ആരാടി അവൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും മേഘൻ. അപ്പോൾ മേഘൻ്റെ ആ ദേഷ്യമൊക്കെ കാണുമ്പോൾ മഞ്ജുവിനും ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് എന്നാൽ കണ്ടോ, ഇയാളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഇയാളുടെ കൂടെയാണ് ഇനിയുള്ള ജീവിതം ഞാൻ ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു മേഘൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാർക്കോയുടെ ഫോട്ടോയാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് മൊബൈലിലുള്ള. അപ്പോൾ അത് കണ്ട് ഷോക്കഡായിട്ട് നിൽക്കുകയാണ് മേഘൻ. മഞ്ജു ഇങ്ങനെയൊക്കെ പറയുന്നത് മാർക്കോ സാഗറിനോട് പറഞ്ഞു കൊടുത്ത ആ ഒരു പ്ലാൻ പ്രകാരമാണ് കേട്ടോ. മാർക്കോയുടെ ഫോട്ടോ തൽക്കാലത്തേക്ക് മേഘനെ മഞ്ജു കാണിച്ചു കൊടുക്കുന്നത് അയാളെ ഒന്ന് വിറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. കാരണം മാർക്കോയെ നല്ല പേടിയാണല്ലോ, മേഘന ആരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് മാർക്കോയെ മാത്രമാണ്. അപ്പോൾ അയാളെ ഒന്ന് വിറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് തൽക്കാലത്തേക്ക് മാർക്കോയുടെ ഫോട്ടോ മേഘനെ കാണിച്ചു കൊടുക്കുന്ന മഞ്ജു. അങ്ങനെ സാഗറിനെ അയാളുടെ കണ്ണിൽ നിന്നും ഒളിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടും. അപ്പോൾ മാർക്കോയാണ് മഞ്ജുവിൻ്റെ കാമുകൻ എന്ന് മനസ്സിലാക്കുന്ന മേഘനാണെങ്കിൽ അയാളെ കൊല്ലാനായിട്ട് അയാളുടെ പുറകെ ചെല്ലുകയും ആ സമയത്ത് അയാളെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് സാഗർ അവിടേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സാഗറിനെ മേഘൻ്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടുത്തി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മാർക്കോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ തന്നെയാണ് മാർക്കോ ഇപ്പോൾ അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അയാളുടെ അന്ത്യം കുറിക്കാനായിട്ട് ഇനി അധിക ദിവസങ്ങളൊന്നും വരില്ല. അപ്പോൾ മഹാലക്ഷ്മി സീരിയലിൽ വരാൻ പോകുന്ന ഈ സൂപ്പർ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്